ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു കിഡിൽ ഐഡിയ ആണ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവരെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബുക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ബുക്കിൻ്റെ കവർ പേജ് ആക്കിക്കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ എടുക്കുക, ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് കവർ ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ലൈനുള്ള ബുക്കാണോ അതോ ലൈനില്ലാത്ത ബുക്കാണോ അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ലൈനില്ലാത്ത സെലക്ട് ചെയ്തു. അതുപോലെ പേജസ്, എത്ര പേജസിൻ്റെ ബുക്കാണോ അത് നമുക്കിതിൽ സെലക്ട് ചെയ്യാം. അതുപോലെ ബൈൻഡിങ്, നമുക്ക് ഏത് ബൈൻഡിങ് ആണോ നിങ്ങൾ ആ പിക്ചറിൽ കാണുന്ന പോലെ നമുക്കതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബൈൻഡിങ് വേണോ അതോ ഈ ഒരു ടൈപ്പ് ബൈൻഡിങ് വേണോ നോക്കാം. അതുപോലെ സൈസ്, ചെറിയ ബുക്കാണോ വലിയ ബുക്കാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഷോർട്ട് സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി ഞാൻ ജസ്റ്റ് 6 സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന 6 നോട്ട് ബുക്കിൻ്റെയാണ്. അപ്പം 6 നോട്ട് ബുക്കിന് 6 കവർ പേജ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരേ കവർ പേജ് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇമേജസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ഇമേജിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യണം. കണ്ടോ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കുട്ടികളുടെ ഫോട്ടോ തന്നെ ആക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളവിടെ നമ്മൾ എന്ത് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുട്ടികളുടെ പേരൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ഞാൻ എൻ്റെ ചാനൽ നെയിം കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ ഫോണ്ടൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം, ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാം. അതുപോലെ ബോൾഡ്, അതുപോലെ കളറ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടെക്സ്റ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണം നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ പെൻസിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ മാറ്റാനോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 6 പിക്ചറും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഗാലറിയിലുള്ള കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ ഒരു സൈനപ്പ് കൊടുത്തിട്ട് ഗൂഗിൾ വെച്ചിട്ടൊക്കെ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കിടില ഐഡിയ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിടിലം വെബ്സൈറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.